ഇറാൻ പ്രസിഡന്റുമായിട്ട് നരേന്ദ്രമോദി ഫോണിൽ ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. ആ ഒരു സംസാരത്തിൽ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിലാണോ അതോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് മനസ്സിലാവുന്നില്ല. പുറത്തു വരുന്ന വാർത്തകളൊക്കെ ഇന്ത്യ മധ്യസ്ഥത വഹിക്കുന്നു എന്നുള്ള രീതിയിലാണ്. എന്താണ് കൂടുതൽ വിശദാംശം? തീർച്ചയായിട്ടും നേരത്തെ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി അദ്ദേഹം മുമ്പ് ഒന്നിലധികം തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം, ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, അമേരിക്കയുമായിട്ട് ഇറാൻ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം, ഇന്ത്യ എല്ലാവരുടെയും സുഹൃത്താണ്, ഇന്ത്യ പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുന്നത്, ഇന്ത്യ മുന്നോട്ട് വെക്കുന്നതും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും, എല്ലാവർക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളായിരിക്കും എന്ന് നേരത്തെ അബ്ബാസ് അരഗ്ചി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇന്ത്യ അതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരോടും ഇന്ത്യ ആവശ്യപ്പെടുന്നത് മേഖലയിൽ സമാധാനം നിലനിർത്തണം എന്നാണ്. ഇപ്പോൾ ഇതാ ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് ഏതാണ്ട് 45 മിനിറ്റ് നേരമാണ് നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചത്. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിച്ചറിഞ്ഞു. അവിടെ മേഖലയിൽ സമാധാനവും ശാന്തിയും സുരക്ഷയും ഉറപ്പുവരുത്തണം, അതിന് എല്ലാവരും മുന്നിട്ട് നിൽക്കണം എന്നാണ് മോദി ആവശ്യപ്പെട്ടത്. അദ്ദേഹം അതിനെ തുടർന്ന് എക്സിൽ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ടിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനോട് മോദി ആദ്യം ആവശ്യപ്പെട്ടത് എന്ത് വില കൊടുത്തും സംഘർഷം ഒഴിവാക്കണം എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാൻ്റെ നീക്കങ്ങളാണ് മേഖലയിൽ സംഘർഷത്തിന് കാരണമായതെന്ന് ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ ഗാസയിൽ, അതായത് 2023 ഒക്ടോബർ 7 ഒരു ഇസ്രയേലിൽ നടന്ന ഒരു സംഗീത വിരുന്ന്, ഒരു സംഗീത നിശ, അതിനെ ഹമാസ് ആക്രമിക്കുകയും നിരവധി പേരെ കൊല്ലുകയും സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നിട്ട് അവരെ ബന്ദിയാക്കി വെച്ച് ഇസ്രായേലിനോട് വിലപേശാൻ ആരംഭിച്ചു. ഇസ്രായേൽ ആകട്ടെ കണ്ണും പൂട്ടി അടി തുടങ്ങി. ഗാസയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. 50,000-ലധികം ആൾക്കാർ മരിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു. കനത്ത നാശമാണ് ഗാസയ്ക്കുണ്ടായത്. ഗാസ ഇപ്പോൾ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ്. നിരപരാധികളായ ഒരുപാട് മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ടു. ഈ ഹമാസിൻ്റെ ഈ ചെയ്തിയാണ് അതിന് കാരണമായിട്ട് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. അന്ന് ഈ പറയുന്നത് പോലെ അമേരിക്കയും ഇന്ത്യയും ഒക്കെ ഈ ബന്ദികളെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്നും അതിന് പാലസ്തീൻ തന്നെ മുൻകൈ എടുക്കണമെന്നും ഒക്കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് പാലസ്തീനുമായിട്ട്, ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടും ഒക്കെ നല്ല ബന്ധമാണുള്ളത്. അതിൽ ഇസ്രായേലുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാം, അത് സ്വീകാര്യമാണ് എന്ന് പല ആവർത്തി നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇസ്രായേൽ ഇപ്പോൾ ഒരു ഏതാണ്ട് 8-9 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ നടക്കുകയാണ്. ആക്രമിച്ചതിന് ശേഷം നെതന്യാഹു ആദ്യം ബന്ധപ്പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയോട് ഫോണിലൂടെ ബന്ധപ്പെട്ട അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു. എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. നരേന്ദ്രമോദി അത് കേൾക്കുകയും എന്തായാലും അവിടെ എത്രയും പെട്ടെന്ന് സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കണം എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. ഇവിടെ ഇതൊരു തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും വളരെ പെട്ടെന്നാണ് അമേരിക്ക ഇത്രയും കാലം അമേരിക്ക ഞങ്ങൾ ആക്രമിക്കില്ല, ഞങ്ങൾ അങ്ങനെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് വളരെ പെട്ടെന്ന് സൈന്യത്തിന് നിർദ്ദേശം കൊടുക്കുകയും കഴിഞ്ഞ ദിവസം രാവിലെ 25 മിനിറ്റ് നീണ്ടു നിന്ന വ്യോമാക്രമണം അമേരിക്ക ഇറാന് നേരെ നടത്തുകയും ചെയ്തു. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നതിന് മുമ്പേ ഇറാൻ്റെ 3 ആണവ കേന്ദ്രങ്ങളും സമ്പൂർണ്ണമായിട്ടും അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ B-2 ബോംബറുകൾ ബോംബിട്ട് നശിപ്പിച്ചു. അത് വളരെ ആഴത്തിൽ ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ 360 അടി താഴ്ചയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ആണവ കേന്ദ്രം പോലും
നശിപ്പിക്കപ്പെട്ടു. ശരിക്കും ഇറാൻ്റെ ഈ ആണവ പരീക്ഷണ പദ്ധതി സമ്പൂർണ്ണമായിട്ടും നിലച്ചു എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇറാൻ്റെ ആണവ പദ്ധതികളെല്ലാം തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇറാൻ്റെ പ്രതികരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഈ ഇറാൻ പ്രസിഡൻറ്റുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്, ഫോണിൽ സംസാരിക്കുന്നത്. അത് ഈ 45 മിനിറ്റ് 3/4 മണിക്കൂർ അവർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ഇറാൻ വലിയ വില കൊടുക്കുന്നു. ഇതിനെല്ലാം ഉപരി ഈ ഇറാനിലെ ചബഹർ തുറമുഖം അത് വികസിപ്പിച്ച് പുനർനിർമ്മിച്ച് ഒരു വലിയ തുറമുഖമാക്കി മാറ്റുന്നത് ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ്. അദാനിയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഓപ്പറേഷൻസ്, അതായത് ഈ നിർമ്മിച്ച് തുറമുഖം പ്രവർത്തിപ്പിച്ച് അത് ലാഭത്തിലാക്കി പിന്നീട് ഇറാന് കൈമാറും. അങ്ങനെയാണ് ആ കരാർ. അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഇന്ത്യ അവിടെ ഈ അദാനിയും ഇന്ത്യയും വലിയ മുതൽ മുടക്ക് അവിടെ നടത്തിയിട്ടുണ്ട് ഈ ചബഹർ തുറമുഖത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും വിധത്തിൽ യുദ്ധം നീണ്ടുപോയാൽ അത് ഈ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഴുവനും വലിയ തിരിച്ചടിയായി മാറും. ഈ പറയുന്നത് പോലെ ഇത്രയും കോടിക്കണക്കിന് രൂപ, സഹസ്ര കോടികൾ അവിടെ ഇന്ത്യ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇന്ത്യ അവിടെ ഈ തുറമുഖം നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ഏതാണ്ട് വലിയ 1000 കോടിക്ക് മുകളിലേക്കാണ് അതിൻ്റെ കണക്കുകൾ പറയുന്നത്. എന്തായാലും അങ്ങനെയൊക്കെയുള്ള, മാത്രമല്ല മറ്റ് നിരവധി വ്യാപാര ബന്ധങ്ങൾ ഇറാനും ഇന്ത്യയും തമ്മിലുണ്ട്. ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്, അതുപോലെ പ്രകൃതി വാതകങ്ങൾ വാങ്ങുന്നുണ്ട്. ഇന്ത്യക്ക് വില കുറച്ച് ഇന്ത്യൻ രൂപയിൽ തന്നെ ഈ ഇടപാടുകൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന് ഡോളർ ആവശ്യമില്ല, പകരം ഇന്ത്യൻ രൂപയിൽ തന്നെ അത് നടത്താം. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ ഇറാൻ ഇതുമായിട്ട് ഇങ്ങനെ ക്രൂഡ് ഓയിൽ ഞങ്ങൾ ഇന്ത്യൻ രൂപ തന്നാൽ മതി, ഞങ്ങൾ ക്രൂഡ് ഓയിൽ തരാം എന്ന് പറഞ്ഞവർ രംഗത്ത് വന്നതാണ്. പക്ഷെ അന്ന് അമേരിക്ക കണ്ണുരുട്ടിയതുകൊണ്ട്, അമേരിക്ക ഭയപ്പെടുത്തിയതും ഭീഷണിപ്പെടുത്തിയതും കൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗ് അതിൽ നിന്ന് പിന്നാക്കം പോവുകയായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിയോട് അതൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ മോദി അമേരിക്കയുടെ വിരട്ടലൊന്നും വകവയ്ക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുണ്ട്, ഇറാനിൽ നിന്നും വാങ്ങുന്നുണ്ട്, ഇറാനിൽ നിന്ന് പ്രകൃതി വാതകവും വാങ്ങുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ വലിയ വ്യാപാര ബന്ധങ്ങൾ ഇന്ത്യയും ഇറാനുമായിട്ടുണ്ട്. അതേസമയം ഇസ്രയേൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച സുഹൃത്തും തന്ത്രപ്രധാനമായ ഒരു പങ്കാളിയുമാണ് പല കാര്യങ്ങളിലും. ഇസ്രയേലുമായിട്ട് നമ്മൾ വളരെയധികം സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്കിൽ പോലും, ഏറ്റവും ഒടുവിൽ പഹൽഗാം ആക്രമണം നടന്നപ്പോൾ പോലും ഇസ്രായേൽ സഹായവുമായിട്ട് രംഗത്ത് വന്നതാണ്. ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ സ്നേഹപൂർവ്വം മോദി അത് നിരസിച്ചു. ഞങ്ങൾക്കത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കരുത്തുണ്ട്, ഞങ്ങളത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സഹായം നിരസിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇറാനെ സംബന്ധിച്ചും എക്സിൽ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി കുറിച്ചിട്ടുണ്ട്. ഇതിൽ ഭാരതം വലിയ ആശങ്കപ്പെടുന്നു. ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം, ഇപ്പോൾ ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണം, ഇതൊക്കെ വലിയ ആശങ്ക ഭാരതത്തിനുണ്ട്. അത് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ ചർച്ചയ്ക്ക് ആഹ്വാനം ചെയ്ത ഇന്ത്യയുടെ നിലപാട്, അതിനോട് ഇറാൻ വളരെ അനുഭാവപൂർണമായിട്ടാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്ത് വില കൊടുത്തും ഇന്ത്യ ഒപ്പമുണ്ടെങ്കിൽ, ഇന്ത്യ മുന്നിലുണ്ടെങ്കിൽ ഞങ്ങൾ എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് ഇറാൻ പല ആവർത്തി പറഞ്ഞതാണ്. പ്രത്യേകിച്ചും ഈ ഇസ്രയേലും പാലസ്തീനുമായിട്ടുള്ള വിഷയം, ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണമാണെങ്കിൽ കൂടി അത് പാലസ്തീന് നേർക്കാണ്. അപ്പോൾ ആ ആക്രമണവും അവിടുത്തെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണം എന്ന് ഇറാൻ മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ നമുക്കറിയാം, റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലും ഇന്ത്യയുടെ സഹായമാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി തേടിയത്. ഇന്ത്യ ഇടപെട്ടാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിക്കും. നോക്കൂ, അമേരിക്കയിൽ പോയിട്ട് പോലും അതിനൊരു അവസാനമുണ്ടായില്ല. പക്ഷേ സെലൻസ്കിക്ക് ആത്മവിശ്വാസമുണ്ട്, നരേന്ദ്രമോദിയും ഇന്ത്യയും ഇടപെട്ടാൽ റഷ്യ വഴങ്ങും, ഈ ആക്രമണവും സംഘർഷവും ഒക്കെ അവസാനിക്കും എന്ന് അദ്ദേഹവും ഒരു ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അതുപോലെ ഇപ്പോൾ ഇറാൻ്റെ പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, അതൊക്കെ നയതന്ത്ര രഹസ്യങ്ങളാണ്, അതൊന്നും പുറത്ത് അങ്ങനെ വരില്ല. പക്ഷേ
ഇന്ത്യ സമാധാനത്തിന് മുൻകൈയെടുക്കും എന്ന് തന്നെ നമുക്ക് ഈ അവസരത്തിൽ പ്രതീക്ഷിക്കാം. നരേന്ദ്രമോദിയുടെ ചുവടുവെപ്പ് അതിലേക്കുള്ളതാണ് എന്നും പൊതുവെ കരുതപ്പെടുന്നു. എന്തായാലും ഈ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇന്ത്യ മുൻകൈയെടുത്ത് അത് അവസാനിപ്പിച്ചാൽ അത് വലിയ നേട്ടം തന്നെയായിരിക്കും എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യക്ക് അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അമേരിക്കയേക്കാൾ ഒരു സ്വാധീനം ഇന്ത്യക്ക് അത് ഉണ്ടാക്കും എന്നും ഈ പൊതുവെ നയതന്ത്ര വിദഗ്ധരൊക്കെ നോക്കിക്കാണുന്നു. അവരുടെ വിശകലനത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ അത് എക്കാലത്തെയും ഒരു വലിയ നേട്ടമായിട്ടായിരിക്കും വിലയിരുത്തപ്പെടുക.